പാലാ നഗരസഭയിൽ UDF-നുണ്ടായ തർക്കങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. നഗരത്തിൽ പുതുതായി ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കാൻ ഭരണസമിതി സമവായത്തിലൂടെ പ്രമേയം പാസാക്കി. ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു തർക്കത്തിലേക്ക് നയിച്ചിരുന്നത്. ഏറെ കാലത്തിന് ശേഷം UDF-ന് ലഭിച്ച ഭരണം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ നിന്നാണ് പ്രശ്നപരിഹാരമായത്. ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ തീരുമാനം വായിച്ച ശേഷം ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നു. ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ നീങ്ങിപ്പെടാൻ എത്രമാത്രം പാടുപെട്ടു? ഇന്നലത്തെ ഈ കൗൺസിൽ യോഗത്തിന്റെ ഏക അജണ്ട ഇത് പാസ്സാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇതൊരു സമവായത്തിന്റെ ഭാഗമായി കോൺഗ്രസുമായുള്ള ചർച്ചയുടെ ഭാഗമായാണ് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കണം, ഓട്ടോ സ്റ്റാൻഡ് പുനഃസ്ഥാപിക്കണം എന്ന നിലപാട് എടുത്തത്. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കണം എന്നതായിരുന്നു പരസ്പര ധാരണ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്കോ മറ്റൊന്നും തന്നെ പോയില്ല. ഇടതംഗങ്ങളാകട്ടെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ചെയർപേഴ്സൺ കേട്ടില്ല എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഈ വിഷയത്തിൽ ഈ ഓട്ടോ സ്റ്റാൻഡ് നഗരസഭയുടെ സ്ഥലം കയ്യേറിയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ നഗരസഭാ സെക്രട്ടറി ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ നഗരസഭയ്ക്ക് അനുകൂലമായി, അതായത് ഈ ഓട്ടോ സ്റ്റാൻഡിനെതിരെ ഹൈക്കോടതി വിധിയും വന്നതാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് ഈ ഒരു നഗരസഭ തീരുമാനമെടുത്താൽ പിന്നീട് ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കാൻ കഴിയും. ആ ഒരു നിയമോപദേശം പരിഗണിച്ചുകൊണ്ട് വീണ്ടും പ്രമേയത്തിലേക്ക് തന്നെ പോയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഓട്ടോ സ്റ്റാൻഡുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതായത് കോൺഗ്രസ് കൗൺസിലറായ ബിജു മാത്യൂസ് ഇടപെട്ടാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് നഗരസഭയുടെ അനുമതിയില്ലാതെ സ്ഥാപിച്ചത്. ഇതാണ് വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും പിന്നീട് പരസ്പരമുള്ള കേസുകളിലേക്കൊക്കെ പോവുകയും ചെയ്തത്. നിലവിൽ ഈ ഒരു ഒരുമിച്ച് പ്രമേയം പാസ്സാക്കാനായി UDF-ന് എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രശ്നപരിഹാരത്തിന്റെ കൃത്യമായ സൂചനയായി വരുന്നത്. എന്തായാലും ഒരു താൽക്കാലിക പ്രശ്നപരിഹാരം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്വാഭാവികമായി ഇനിയും ഈ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അവിടെയും UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു ഫോർമുല അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ നടന്ന കൗൺസിലിന്റെ സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.